എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങൾക്ക് പലർക്കുള്ളൊരു ഡൗട്ടാണ്, അതായത് നമുക്ക് AI യൂസ് ചെയ്തിട്ട് നമ്മളൊരു വീഡിയോ ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് വീഡിയോ നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ചാനൽ നമുക്ക് മോണറ്റൈസേഷൻ ചെയ്യാൻ സാധിക്കും എന്നാണ്. അപ്പം AI ചെയ്തിട്ട് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചാനൽ മോണറ്റൈസേഷൻ ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു 10 കാര്യങ്ങളുണ്ട്. അതായത് നിങ്ങൾ AI യൂസ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു 10 കാര്യങ്ങളുണ്ട്. ആ 10 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോയിലേക്ക് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് AI വോയിസ് ആണ്. അതായത് ഏതെങ്കിലും ഒരു ഫ്രീ AI ടൂൾ യൂസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ വോയിസ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ജനറേറ്റ് ചെയ്യുന്ന ആ വോയിസിന് ഒരു ഹ്യൂമൻ ടച്ച് ഉണ്ടായിരിക്കത്തില്ല. അതായത് അതൊരു റോബോട്ടിക് ഫീൽ ആയിരിക്കും അങ്ങനത്തെ ഒരു വോയിസ് കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ആ വോയിസിന് ഒരു സ്വാഭാവികമായിട്ട് ഒരു ഹ്യൂമൻ ടച്ച് ഉണ്ടായിരിക്കത്തില്ല, അല്ലെങ്കിൽ ഇടയ്ക്ക് ഒരു പോസ് ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ ഒരു ഹ്യൂമൻ ആയിട്ടുള്ളൊരു ഫീലിംഗ് അല്ലെങ്കിൽ ഒരു ഇമോഷൻ തോന്നത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള വോയിസ് കഴിവതും നിങ്ങൾ നിങ്ങളുടെ വീഡിയോയിൽ യൂസ് ചെയ്തിരിക്കുക. കാരണം അങ്ങനത്തെ ഉള്ള ഒരു വോയിസ് യൂസ് ചെയ്ത് റോബോട്ടിക് ഫീലുള്ള ഒരു വോയിസ് യൂസ് ചെയ്ത് നിങ്ങൾ വീഡിയോ ചെയ്ത് തരികയാണെങ്കിൽ അങ്ങനത്തെ വീഡിയോയ്ക്ക് മോണറ്റൈസേഷൻ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. രണ്ടാമത്താണ് AI സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന ഒരു തെറ്റാണ്. അതായത് അവരെല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു കോമൺ ആയിട്ടുള്ളൊരു പ്രോംപ്റ്റ് ആയിരിക്കും. അപ്പോൾ ആ പ്രോംപ്റ്റ് എല്ലാവരും ChatGPT കൊടുത്തിട്ട് അത് ChatGPT ജനറേറ്റ് ചെയ്യുന്ന AI സ്ക്രിപ്റ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോംപ്റ്റ് കോമൺ ആയതുകൊണ്ട് ഈ ChatGPT ജനറേറ്റ് ചെയ്യുന്ന സ്ക്രിപ്റ്റും കോമൺ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ആ കണ്ടന്റ് കോമൺ ആയിട്ടുള്ള കണ്ടന്റ് ആവും. അതായത് മാസ് കണ്ടന്റ് അപ്ലോഡ്, അതായത് സെയിം ടൈപ്പിലുള്ള കണ്ടന്റ് അപ്ലോഡ് ചെയ്യുന്നതായിട്ടായിരിക്കും അത് യൂട്യൂബ് കണക്കാക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ മോണറ്റൈസേഷൻ വരാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. ഇനി മൂന്നാമത്താണ് സ്ലൈഡ് ഷോ എന്ന് പറയുന്നത്. അതായത് മിക്കവരും ചെയ്യുന്ന ഒരു തെറ്റാണ്. അവർ ഏതെങ്കിലും ഒരു ഫ്രീ AI ടൂളിൽ നിന്നും കുറേ ഇമേജസ് ജനറേറ്റ് ചെയ്യും, എന്നിട്ട് ഏതെങ്കിലും AI വോയിസ് യൂസ് ചെയ്യും, എന്നിട്ട് ആ ഇമേജസ് ചെയ്യുന്നൊരു സ്ലൈഡ് ഷോ പോലെ ക്രിയേറ്റ് ചെയ്തിട്ട് വീഡിയോ ആക്കിയിട്ട് അത് അപ്ലോഡ് ചെയ്യും. അപ്പം അത് വെറും ലോ ക്വാളിറ്റി കണ്ടന്റ് ആയിട്ടായിരിക്കും യൂട്യൂബ് അത് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ജസ്റ്റ് കുറേ ഇമേജസ് എടുത്തിട്ട് നിങ്ങളൊരു സ്ലൈഡ് ഷോ ക്രിയേറ്റ് ചെയ്തിട്ട് വീഡിയോ ആയിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് മോണിറ്റൈസേഷൻ സംഭവിക്കാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. ഇനി നാലാമത്താണ് കോപ്പിറൈറ്റ് ഇഷ്യൂ. അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു ഫ്രീ ആയിട്ടുള്ള ടൂളിൽ നിന്നും വോയിസ് ജനറേറ്റ് ചെയ്തു, വേറെ ഫ്രീ ആയിട്ടുള്ള ഏതെങ്കിലും AI ടൂളിൽ നിന്നും ഇമേജസ് അല്ലെങ്കിൽ വീഡിയോ ക്ലിപ്സ് ഒക്കെ ജനറേറ്റ് ചെയ്തു, എന്നിട്ട് അത് യൂസ് ചെയ്ത് നിങ്ങൾ വീഡിയോ ജനറേറ്റ് ചെയ്തു, നിങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തു. പക്ഷേ ഇങ്ങനത്തെ നിങ്ങൾ എടുക്കുന്ന ആ ഇമേജസിനോ അല്ലെങ്കിൽ ആ വോയിസിനോ അല്ലെങ്കിൽ ആ വീഡിയോ ക്ലിപ്പിനോ ചിലപ്പം ലൈസൻസ് ഉണ്ടായിരിക്കും, അതായത് കോപ്പിറൈറ്റ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കണ്ടന്റ് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം നിങ്ങൾ ആ കണ്ടന്റ് എടുക്കുന്നതിന് മുമ്പ്, അതായത് ഏത് സൈറ്റിൽ നിന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ആ കണ്ടന്റിന് ലൈസൻസ് ഫ്രീ ആണോ അല്ലെങ്കിൽ കോപ്പിറൈറ്റ് ഫ്രീ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അത് ചെക്ക് ചെയ്തിട്ട് അതിനുശേഷം മാത്രം നിങ്ങൾ അത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി അഞ്ചാമത്തെ പ്രശ്നമാണ് ലോ എഫോർട്ട് കണ്ടന്റ്. അതായത് മാസ് ആയിട്ട് സെയിം കണ്ടന്റ് തന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് അത് വെറും ലോ എഫോർട്ട് കണ്ടന്റ് ആയിട്ടാണ് യൂട്യൂബ് അത് കണക്കാക്കുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ചാനൽ മോണറ്റൈസേഷൻ ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. ഇനി അടുത്താണ് ഫേക്ക് കണ്ടന്റ്. അതായത് ഒരു വിഷ്വൽ നടന്നിട്ടില്ലാത്തൊരു വിഷ്വൽ നിങ്ങൾ നടന്നതായിട്ട് AI യൂസ് ചെയ്ത് ജനറേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഫേക്ക് ന്യൂസ് ജനറേറ്റ് ചെയ്യുന്നു AI യൂസ് ചെയ്ത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കണ്ടന്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് അത് ഓഡിയൻസിനെ മിസ്ലീഡ് ചെയ്യുന്നതായിട്ടായിരിക്കും യൂട്യൂബ് അത് കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരാൻ, മാത്രമല്ല ചിലപ്പോൾ നിങ്ങളുടെ ചാനൽ വരെ അതുകൊണ്ട് ഡിലീറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇനി അടുത്ത പ്രധാന പ്രശ്നമാണ് സിങ്ക് ആവാതിരിക്കുക. അതായത് നിങ്ങളുടെ വോയിസും അതുപോലെ നിങ്ങളുടെ വിഷ്വൽ തമ്മിൽ യാതൊരു ബന്ധമില്ലാത്ത രീതിയിൽ നിങ്ങൾ വീഡിയോ ചെയ്യുന്നു. അപ്പം അതിനൊരു ടൈമിങ്ങും കാര്യങ്ങളും തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ല. അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിരിക്കും നിങ്ങൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് അവോയ്ഡ് ചെയ്യുക. കാരണം അങ്ങനെയുള്ളൊരു കണ്ടന്റ് എന്ന് പറയുന്നത് ലോ എഫോർട്ട് കണ്ടന്റ് ക്വാളിറ്റി തന്നെ വരുന്നതാണ്. അപ്പോൾ അങ്ങനെ ഉള്ള കണ്ടന്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അടുത്ത പ്രധാന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ ടച്ച് ഉണ്ടായിരിക്കണം. അതായത് നിങ്ങളിപ്പം കണ്ടന്റ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കുറച്ച് റിസർച്ച് ചെയ്യുക, ഡേറ്റ കളക്ട് ചെയ്യുക, എന്നിട്ട് അതൊക്കെ ചെക്ക് ചെയ്യുക, വെരിഫൈ ചെയ്യുക. അതിനുശേഷം വേണം നിങ്ങൾ അത് ഉപയോഗിച്ച് വീഡിയോ ആയിട്ട് ചെയ്യാൻ. അതായത് നിങ്ങൾ അതിനകത്ത് നിങ്ങളുടേതായിട്ടൊരു എഫോർട്ട് നിങ്ങൾ ഇടുക. ഇനി അടുത്തതാണ് ചാനലിലെ വീഡിയോൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ആദ്യം കുറച്ച് വീഡിയോസ് ജനറേറ്റ് ചെയ്തു, അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസാണ്, അത് നിങ്ങൾ അപ്ലോഡ് ചെയ്തു. പക്ഷേ അതിനുശേഷം നിങ്ങളുടെ ആ AI ഫ്രീ ടൂള് എൻ്റെ ക്രെഡിറ്റ് തീർന്നു. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് പിന്നീടുള്ള ലോ ക്വാളിറ്റി ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾ പിന്നീട് ശേഷം നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന കുറേ വീഡിയോസ് ഇതുപോലെ ലോ ക്വാളിറ്റി വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ അത് യൂട്യൂബ് ഐഡൻറ്റിഫൈ ചെയ്യും, അത് നിങ്ങളുടെ ചാനലിനെ ലോ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഇതായിട്ട് കണക്കാക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോണറ്റൈസേഷൻ ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ അവസാനത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ് AI ഡിസ്ക്ലോസർ. അതായത് നിങ്ങൾ AI യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ വീഡിയോയിൽ നിങ്ങൾ AIയുടെ എന്തെങ്കിലും വോയിസോ അല്ലെങ്കിൽ വീഡിയോയോ അതുപോലെ എന്തെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഓൾട്ടേർഡ് കണ്ടന്റ് എന്നൊരു ഓപ്ഷൻ ചോദിക്കും. അപ്പോൾ ആ ഓപ്ഷൻ യെസ് ആണോ നോ ആണോ എന്നുള്ളത് നിങ്ങൾ കൊടുക്കുക. അത് യെസ് ആണെങ്കിൽ യെസ് എന്ന് കൊടുക്കുക. അതായത് നിങ്ങൾ AI യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾട്ടേർഡ് കണ്ടന്റിനകത്ത് യെസ് കൊടുക്കുക.
അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഈ പറഞ്ഞ ഇത്രയും റൂൾസ് വേണം നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. അതായത് നിങ്ങൾ AI യൂസ് ചെയ്തിട്ട് വോയിസോ അല്ലെങ്കിൽ വീഡിയോ ജനറേറ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു കണ്ടന്റാണ് നിങ്ങൾ നിങ്ങളുടെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇത്രയും ഈ 10 റൂൾസ് നിങ്ങൾ നിർബന്ധമായും ഫോളോ ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആവാനുള്ള സാധ്യത ഉണ്ടാകത്തുള്ളൂ. അപ്പം ഇന്നത്തെ ഈ ടോപ്പിക് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.